ഓം ഭൂംഭൂസ്വാ ഓം പൂർവമതേ അജ്ഞന്തരേ യദാ യസ്മൈ അതന്നമേ സ്വാ ഓം പൂർണ്ണമത്തോ സദീഷ്ടാംകൃതേ സുധീഷ്ണാമഃ ചകാമേന നമസ്തോ അതന്നമേ സ്വാ. ഉത്തമവും ശുഭകരവുമാണ് സകലതും. രഘുപാൽ സാറേ, പറഞ്ഞ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മംഗല്യ സൗഭാഗ്യമാണ് മോന് കാണുന്നത്. ഞാൻ ഉറപ്പിച്ചു തന്നെയാ പറയണത്. ഈ ജാതകത്തോട് പൊരുത്തമുള്ള ഒരു ജാതകം കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ. കല്യാണം ഉടനെ നടക്കും. എന്റെ കൈമള ഇതൊക്കെ കുറെ കാണുകയും കേൾക്കുകയും ചെയ്തതാ. ഒരു ജാതകമല്ല, പൊരുത്തമുള്ള 12 ജാതകമായിട്ട് ദേ ഇവിടെ ഒരാൾ നിൽക്കുന്നത്. എന്നിട്ട് എന്താ തടസ്സം? തടസ്സമുണ്ട്. അത് മാറി കിട്ടാനായി പൂജയും കാര്യങ്ങളൊക്കെ. എങ്ങനെ മാറാനാ? മറ്റാരുമല്ല തടസ്സം, അവൻ തന്നെയാ, ഈ ജാതകക്കാരൻ. ജാതകത്തിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ബാംഗ്ലൂരിൽ നിന്ന് M.Com ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് വന്നിരിക്കുക. ഒറ്റ മോനാ. അമ്മയ്ക്ക് അവനെ പിടിച്ച് കെട്ടിച്ച് ഉടനെ ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുവരണം. അവൻ പറയുന്നവന് കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല, MBAക്ക് പഠിക്കണം, അത് കഴിഞ്ഞിട്ടൊക്കെ മതി കല്യാണം എന്നാ. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കണോ സുധി? എന്താ, നീ എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചോ? ആ, എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാനിപ്പോ കഴിക്കുന്നില്ല, തീർന്നില്ലേ? അയ്യോ, അങ്ങനെ എപ്പോഴും കഴിക്കാറുണ്ട്, ക്ഷീണിച്ചു പോവും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിക്കാൻ നീ ആരാ? വിനോബ ഭാവയോ അതോ മഹാത്മാഗാന്ധിയോ? പോയി കഴിക്കടാ. ഇല്ല, കഴിക്കുന്നില്ല. എന്താ എന്താ കാര്യം? ഈ അമ്മയ്ക്ക് എപ്പോഴും കല്യാണാലോചനയാ. ആ, അവിടെ കല്യാണം കഴിഞ്ഞല്ലേ, ഞാനല്ലേ കെട്ടിയത്. ചുമ്മായിട്ട് കുരങ്ങളിപ്പിക്കൊന്നും വേണ്ട. എനിക്കറിയേണ്ടത് എന്നെ ഇപ്പൊ MBAക്ക് പഠിക്കാൻ വിടുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, നിന്നെ പിടിച്ച് കെട്ടിക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. ഇതിനൊന്നിനെ നീ ഇപ്പൊ തെരഞ്ഞെടുത്തേ പറ്റൂ. ഇന്നത്തോടുകൂടി എനിക്ക് രണ്ടാലൊന്നും അറിയണം. തെരഞ്ഞെടുക്കടാ. തെരഞ്ഞെടുക്കാം, ഇപ്പൊ തന്നെ തെരഞ്ഞെടുക്കാം. തെരഞ്ഞെടുക്കും, എല്ലാത്തിനും തെരഞ്ഞെടുക്കും. ഇനി പിടിച്ച് കെട്ടിച്ചോ. അഹങ്കാരം കാണിച്ചോണ്ടല്ലോ ഒന്ന് കുഴിച്ചുകൂടി കളയാൻ. കൊന്നേരെ, ഇപ്പൊ തന്നെ കൊന്നേരെ. കൊല്ലൂടാ, കൊല്ലൂടാ നിന്നെ. ഒന്നിങ്ങി വന്നേ. നീ അന്തം തള്ളേം പറഞ്ഞ അനുസരിക്കാത്തവനെ വെച്ചോണ്ടിരിക്കുന്നത് വരാൻ. എന്താ എന്താ എന്തിനാ ഇത്രയും കടിപ്പിച്ച വർത്തമാനത്തിന് വഴക്കിനൊക്കെ പോകുന്നത്? അവന്റെ ഇഷ്ടം പഠിക്കണമെന്നാണെങ്കിൽ പഠിക്കട്ടെ. നിങ്ങളൊക്കെ പറഞ്ഞാ മതി. നീ ഒറ്റ ഒരുത്തി അവനെ ചീത്തയാക്കുന്നത്. അവൻ ചീത്തയാവൊന്നുമില്ല, അങ്ങ് പറഞ്ഞാ മതി. എന്തായി? ഭയങ്കരൻ. എന്റെ ഐഡിയ അല്ല, നിന്റെ ഐഡിയ ആണ്. മിടുക്കൻ. ഇനി പോയി അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചേ. ശരിയാ, പാവം. ഹലോ, വഴക്കൊന്നുമില്ല. എന്നാ ഞാൻ പോയി പഠിച്ചോട്ടെ? ആ, പഠിച്ചു. പക്ഷെ ഇനി നീ എന്റെ പുറകെ കെഞ്ചി വന്നാലേ ഞാൻ നിന്നെ പിടിച്ചു കെട്ടിക്കും. വരും അമ്മേ, കെഞ്ചി വരും. എന്നിട്ട് ലക്ഷ്മി പോലൊരു പെണ്ണിനെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരും. അവൾ അമ്മയെ സഹായിക്കും, സന്തോഷിപ്പിക്കും. ഇപ്പൊ എന്നെ അനുഗ്രഹിച്ചേ, ഞാൻ പോയി പഠിച്ചിട്ട് വരട്ടെ. ഒന്നുകൂടെ പിടിച്ചൊന്ന് അമർത്തിയിരുന്നേ അവനങ്ങ് സമ്മതിച്ചേനെ. എന്തോ അല്ല, നമ്മൾ ഒന്നുകൂടെ നിർബന്ധിച്ചിരുന്ന അവൻ കല്യാണത്തിന് സമ്മതിച്ചേനെന്ന്. ഈ അച്ഛനും മോനും തമ്മിലുള്ള കളി മനസ്സിലാക്കാതിരിക്കാനേ ഞാൻ അത്ര വിട്ടിയൊന്നുമല്ല. Who are you? What do you want? രാമേന്ദ്രൻ നായർക്ക് എന്നെ മനസ്സിലായില്ലേ? അയ്യോ, പ്രൊഫസർ ഉദയവർമ്മ തമ്പുരാനല്ലേ? വരൂ 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 വരൂ. ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി എന്ന് ഓർമ്മയുണ്ടോ? ഏറെയായി. ഏറെ എന്ന് വെച്ചാൽ 34 ബ്രിട്ടീഷ് വർഷമായി. ഇരിക്കൂ. കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല. അവള് പോയില്ലേ, ഞാൻ ഒറ്റയ്ക്കായി. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 years. വലിയ ഷോക്കായി പോയില്ലേ എനിക്ക്.
ഡെഡ് ബോഡി എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല അത്രേ. അവൾ ഉറങ്ങില്ലേ, എന്തിനാ ഉണർത്തണേ? 3 ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി. ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ദഹിപ്പിച്ചത്. അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ്. രാത്രി ഉറക്കമേ ഇല്ല. രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോണ മാതിരിയൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ ഇതിങ്ങോട്ട് എടുക്കും. ഫുൾ ഓടണ്ട. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നുന്നില്ലേ? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇവൻ എന്റെ മകനാ, രാധു. അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ? ഇല്ല, കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വല്ലാത്തൊരു ഏകാന്തത. അങ്ങനെ ഇവനെ ദത്തെടുക്കുന്നത്. അന്ന് ഇവന് 5 വയസ്സ്. ഇപ്പോ എന്റെ എല്ലാം ഇവൻ തന്നെ. ഇവനിപ്പോ എന്ത് ചെയ്യുന്നു? ഇവനെ ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിനും കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു. ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാ ഓർത്തത്, രാമേന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാണല്ലോ താമസം, ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെ. ഉദയനും ഞാനും 5 കൊല്ലം ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. ഉദയന്റെ മോൻ എന്റെയും മോനാ. നീ ഇവിടെ താമസിക്കും, ഇവിടെ തന്നെ താമസിക്കും. അപ്പോ നാളെ തന്നെ പെട്ടി പറ്റുമായിട്ട് അവനിങ്ങോട്ട് അയച്ചോട്ടെ. പിന്നെന്താ? വാരാതു, സമയം കളയണ്ട, പോകാം. ശരി, വരട്ടെ. ആ, അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി, ഗുഡ് ബോയ്. അച്ഛാ, അങ്ങേര് തന്നെ പറയുന്നു അങ്ങേർക്ക് വട്ടാണെന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? അതിനെന്താ, അസുഖമുള്ളവരെ അകറ്റുകയല്ല, അടുപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ. രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു. നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം. വാ. എന്താ ഒരു ആലോചന? കുറെ ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. പറയടാ, നീ ഇപ്പൊ ആരെ കുറിച്ച് ആലോചിച്ചേ? ഒരു പെണ്ണിനെ കുറിച്ചാ. പെണ്ണോ? ഏത്? ആര്? അതെ, ആരൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലെ, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ്. ലവ് ആൻഡ് ലവ് ഓൺലി. സ്നേഹം, സ്നേഹം മാത്രം തരാനായി എന്റെ മുന്നിലേക്ക് വന്നു. അവളെ കല്യാണം കഴിക്കേണ്ട വഴികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, അവിടം വരെ എത്തിയോ? എന്താ അവളുടെ പേര്? പേരറിയില്ല. പേരറിയില്ലേ? പിന്നെങ്ങനാ? എവിടെ അവളുടെ വീട്? അറിഞ്ഞൂടാ. നാടോ? അതും അറിഞ്ഞൂടാ. ബെസ്റ്റ്. പഴയതുപോലെ ഇവിടെ തന്നെ ഇരുന്നേ. ഇതൊരു ഫസ്റ്റ് ക്ലാസ് കല്യാണാലോചനയാണ്, വിട്ടുകളയരുത്. നീ ഇരുന്ന് ആലോചിക്ക്. രാത്രി മുഴുവൻ മകൻ ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. ഞങ്ങൾ പോയി കിടക്കാം. വട്ട വട്ട അങ്കിളുടെ പകർന്നതാ. I love her. I am going to marry her. കിടന്നുറങ്ങടാ. ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം? ഇരുന്നോ. വാ.
എന്തെങ്കിലും വർത്തമാനം പറയൂ ഞങ്ങളോട്. ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ നമുക്കെന്തെങ്കിലും സംസാരിക്കാം. എന്തെങ്കിലും പറ. ഹലോ 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 ഹലോ. എന്റെ പേര് മിനി, ഇതെന്റെ ഫ്രണ്ട് ശ്യാമ. ഹലോ 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 ഹലോ. ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ ബികോമിന് പഠിക്കുക. ഹലോ ഹലോ. അവന്മാരെ വിശ്വസിക്കരുത്, അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. ഒന്നും തോന്നരുത് കേട്ടോ, ഒരു അക്കിടി പെട്ടുപോയി. സത്യത്തിൽ രക്ഷിച്ചത് നിങ്ങളാ. ഈ ശ്യാമ ഇളക്കിയിട്ടാ വീട്ടുകാരറിയാതെ ഒരു മാറ്റി ഷോയ്ക്ക് പോയത്. ആ കാറിൽ വന്നവരില്ലേ, അവർ ഞങ്ങളുടെ പുറകിൽ വന്നിരുന്നു. എന്തൊരു ശല്യമായിരുന്നു. തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും. ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം, അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നേ. ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോളെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ വർത്താനം പറയാനൊക്കെ പറഞ്ഞത്. ഒന്നും തോന്നരുത്, ഞങ്ങൾ പോവാ. അയ്യോ നിക്ക്, പോകാൻ വരട്ടെ. അവന്മാർ ഇനിയും വരും. റോട്ടി കൂടി പെമ്പിള്ളാരെ നടക്കാൻ സമ്മതിക്കാത്ത നാറികള്. നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരടാ. വേണ്ടടാ, അവന്മാരും ഇനി വഴിക്ക് വരില്ല. വന്ന അപ്പൊ നോക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടത്? ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സിലാ പോന്നെ. വാ, ഞങ്ങൾ കൊണ്ടുവിട്ടേ. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അവന്മാർക്കിട്ട് 5-6 കൊടുത്തിട്ട് വരടാ. എന്നാ നീ പോയി കൊടുത്തിട്ട് വാ, ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാം. അയ്യോ വേണ്ട, നിങ്ങൾ കൂടെ വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. താങ്ക്സ്. നീ എന്താണ് പറഞ്ഞത്? ഞാൻ ഒറ്റക്ക് പോയിട്ട് അവന്മാർക്ക് ഇട്ടിരിക്കാനാ? പിന്നെ അല്ലാതെ നിനക്ക് എന്താ സൂക്കട്? വല്ലോടത്തും കിടക്കുന്ന പെമ്പിളർക്ക് വേണ്ടി പോയി ഇടി വാങ്ങിക്കാൻ. വല്ലോടത്തും കിടക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച്. അവളാ അത്, മിനി. ഏത് ലവ്ലിയോ? എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത്? വന്നു കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത്. നിനക്ക് മുട്ടണോ അവളെ? ബൈക്ക്. ഹലോ, പേടിക്കണ്ട, എസ്കോട്ടാ. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. സാരമില്ലെന്നേ. താണ്ട് പറ, സയൻസോ? അവിടെ വിളിക്കണം. എങ്ങോട്ടാ എല്ലാരും കൂടെ? ഇത്രയങ്ങ് അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങടെ? പറയടാ, ഇവരാരാന്ന്? അവന്റെ പെങ്ങളാ ഇത്. നീല ആണോടാ? എന്താ പെങ്ങടെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, അപ്പൊ ഇതാരാ? ഇത് അവന്റെ പെങ്ങളാ. ആങ്ങള അല്ല, ഇത് പെങ്ങളാ. സിസ്റ്റർ. നേരാണോടാ? എന്താ പെങ്ങടെ പേര്? തങ്കമ്മ. ഓഹോ, എന്താ നിന്റെ പേര്? തങ്കപ്പൻ. സാറെന്താ ഒന്നും മിണ്ടാത്തത്? സാറിന്റെ ആരാ ഇവള്? പറയടാ, പറയാൻ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. ആരാടി ഇവൻ? എനിക്കറിയില്ല. ഇവൻ ആരാടി? അറിയില്ല. ഇവനാരാ? എനിക്കറിയില്ല.
എന്റെ ഇച്ചായൻ